അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശൈഖുന കാന്തപുരം ഉസ്താദിന്റെ വിഷയത്തിൽ അല്ലാഹു തആലക്ക് തെറ്റുപറ്റിയെന്നാണ് മുജാഹിദ് ബാലുശ്ശേരി പറയുന്നത്. ജീവിതത്തിൽ പൊട്ടത്തരങ്ങളും വിവരക്കേടുകളും കളവുകളും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന സംസാരങ്ങളുമല്ലാതെ മുജാഹിദ് ബാലുശ്ശേരിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അല്ലാഹു തആലക്ക് തെറ്റുപറ്റി എന്ന് വരെ വരുത്തി തീർക്കാൻ സംഘടനാ വിരോധം കൊണ്ട്, വ്യക്തിവിരോധം കൊണ്ട് യാതൊരു മടിയുമില്ലാത്ത ആളായിരുന്നു ഈ മുജാഹിദ് ബാലുശ്ശേരി. മരണം ആസന്നമായ നിലയിലാണ്, അത്രയും ഗുരുതരമായ രോഗാവസ്ഥയിലാണ്. എന്നിട്ട് പോലും ഒരു മനം മാറ്റമില്ലാതെ ചെയ്തതും പറഞ്ഞതുമായ തെറ്റുകളോർത്ത് തൗബ ചെയ്യാൻ തയ്യാറാവാതെ ആ തെറ്റിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. എന്നാൽ ഇയാളുടെ വിവരക്കേടുകൾ ആരൊക്കെ എതിർക്കുന്നുവോ, അത് തിരുത്താൻ ആരൊക്കെ ശ്രമം നടത്തുന്നുവോ അവർക്കൊന്നും ഈമാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് പച്ചക്ക് തെറി വിളിക്കുകയും അനുയായികളെ കൊണ്ട് തെറി വിളിപ്പിക്കുകയുമാണ് ഇയാളുടെ സ്ഥിരം പല്ലവി. എന്തിനേറെ പറയണം, മുജാഹിദ് ബാലുശ്ശേരിക്ക് 2 പെണ്ണ് കെട്ടാൻ പൂതി വന്നു. അതിന് അദ്ദേഹം ചെയ്ത പണി എന്താണെന്ന് ചോദിച്ചാൽ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ കളവ് പറഞ്ഞു. 2 പെണ്ണ് കെട്ടിയവർക്ക് മുത്തുള്ള കൊട്ടാരം കിട്ടുമെന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു അത്രേ. ഇത് അനസ് മൗലവി പിടികൂടിയെന്ന് മാത്രമല്ല, ഇങ്ങനൊരു ഹദീസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യയുടെ അടുക്കലേക്ക് പോയപ്പോ ഭാര്യ പറഞ്ഞു, നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വന്നില്ലേലും കുഴപ്പമില്ല, ഈ ഹദീസുമായി എൻ്റെ അടുത്ത് വന്ന് 2 പെണ്ണ് കെട്ടാമെന്ന പൂതി നിങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ, അതിനെതിർത്തപ്പോൾ ഭാര്യക്ക് ഈമാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് പൊതുവേദിയിൽ പ്രസംഗിച്ചു. അത്രയും നാണവും മാനവുമില്ലാത്തൊരു വ്യക്തിയാണ് മുജാഹിദ് ബാലുശ്ശേരി. അള്ളാഹുവിന് തെറ്റുപറ്റിയെന്ന് പറയാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ കളവ് പറയാനും മടിയില്ലാത്ത ഒരു മനുഷ്യന് കാന്തപുരം ഉസ്താദിന്റെ പേരിൽ എന്തൊക്കെയാണ് പറഞ്ഞുകൂടാത്തത്? കാന്തപുരം ഉസ്താദിനെ എങ്ങനെയൊക്കെയാണ് പരിഹസിച്ചുകൂടാത്തത്? സംഘടനാ ഭിന്നിപ്പുണ്ടായപ്പോഴെങ്കിലും ഇത് തിരിച്ചറിഞ്ഞ ഹനീഫ് കായക്കൊടി മുജാഹിദ് ബാലുശ്ശേരിയെ കുറിച്ച് പറയുന്നത് ആദ്യം നമുക്ക് കേൾക്കാം. ഇനി പറയുന്ന പോയിന്റ് ഒന്നുകൂടി ചിന്തിച്ചോ. ഇപ്പോ ബാലുശ്ശേരിക്കാരൻ പ്രസംഗിക്കാൻ ഒരു കാര്യങ്ങളോട് പറയട്ടെ, വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ പറയാണ്, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾ വേറൊന്നും വിചാരിക്കരുത്, കാരണം മൂപ്പർക്കറിയാ പറയാൻ വന്ന പൊട്ടത്തരാണ്. ഹനീഫ കായക്കൊടിക്കും അനസ് മൗലവിക്കൊക്കെ വൈകിയെങ്കിലും ഇയാളെ കുറിച്ച് മനസ്സിലായി. എന്നാലും മനസ്സിലാക്കാത്ത ചില പോറ്റക്കാരുണ്ട് ഇപ്പോഴും. അവര് ചെയ്തുകൊണ്ടിരിക്കുന്ന പണി മുജാഹിദ് ബാലുശ്ശേരിയുടെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് മുജാഹിദ് ബാലുശ്ശേരിയുടെ പൊട്ടത്തരങ്ങൾ വെളിപ്പെടുത്തുന്നവരെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും തെറി വിളിക്കുകയും കമന്റ് ബോക്സിൽ വന്ന് തോന്നിവാസം വിളിച്ചു പറയുകയുമാണ്. മുജാഹിദ് ബാലുശ്ശേരിയുടെ നിർദ്ദേശം അനുസരിച്ചാണെന്ന് ഞാനിത് വെറുതെ പറഞ്ഞതല്ല. അനസ് മൗലവി തന്നെ അത് തുറന്നു പറയുന്നുണ്ട്. നമുക്കത് കേൾക്കാം. ഇവരുടെ രഹസ്യ സർക്കുലറൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. ആ രഹസ്യ സർക്കുലറുകളിലൂടെ ഇവർ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, പൊതുവായിട്ട് ഇതൊന്നും പറയാതെ നമ്മുടെ ആളുകൾക്കിടയിൽ മാത്രം ഇതിങ്ങനെ പറയുക, എന്നിട്ട് എട്ടും പൊട്ടും തിരിയാത്ത ഒന്നും അറിയാത്ത പാവങ്ങളെ സോഷ്യൽ മീഡിയകളിൽ ഇറക്കി വിടുക, നേതാക്കന്മാരൊക്കെ ഔങ്ങിയിരിക്കുക. അത് ഇവരുടെ സർക്കുലർ രേഖപ്പെടുത്തുകയാണ്. ജില്ലാ നേതാക്കന്മാരും അതുപോലെ തന്നെ മറ്റുള്ള നേതാക്കന്മാരൊക്കെ ഔങ്ങിയിരിക്കുക, അവർ രംഗത്ത് വരരുത്. എന്നിട്ട് പാവപ്പെട്ട ഒന്നും അറിയാത്ത നിഷ്കളങ്കരായ മനുഷ്യരെ സോഷ്യൽ മീഡിയയിലേക്ക് ഇറക്കി വിടുക. അവർക്ക് ഒന്നും അറിയില്ല. അവരുടെ കയ്യിൽ ഈ ടൂളുകൾ അവർ കൊടുക്കുക, അവർ കൊണ്ടുവന്നിട്ട് തെറി എഴുതുക, ആക്ഷേപിക്കുക, അതുപോലെ തന്നെ മോശമായ ഫോൺ കോളുകൾ ചെയ്യുക, മോശമായ വളരെ തെറി പറഞ്ഞുകൊണ്ടുള്ള വോയിസുകൾ അയക്കുക. വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗണ്ണിക്കാനോ അത് തെറ്റാണെന്ന് തെളിയിക്കാനോ മുജാഹിദ് ബാലുശ്ശേരിയുടെ അനുയായികൾക്ക് കഴിയുന്നില്ല. അതിനവർ തെറി വിളിച്ചുകൊണ്ട് സായുജ്യമടയുകയാണ്. ഈ പാവപ്പെട്ട മനുഷ്യർ എട്ടും പൊട്ടും തിരിയാത്ത പാവങ്ങളായ സാധാരണക്കാരായ മനുഷ്യരെ ഇതിനു വേണ്ടി ഇവർ ഉപയോഗപ്പെടുത്തുക. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പിഴവായിക്കൊണ്ടോ ഒരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങുന്ന ലലാലത്തോ അല്ലാത്തത് കൊണ്ട് തന്നെ ഇത് പേറുന്ന ഒരു സമൂഹം രൂപപ്പെട്ടു വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ മാത്രമല്ല, ഇപ്പോൾ അവരെടുത്തിരിക്കുന്ന ഒരു പുതിയ അടവ്, നമ്മുടെ നേതാക്കൾ നമ്മുടെ ഔദ്യോഗിക ഗ്രൂപ്പുകളിൽ ഇത് കൊണ്ടുവരാതെ പ്രത്യേകം ഗ്രൂപ്പുകൾ ഇതിനു വേണ്ടി തയ്യാറാക്കി വേണം പണിയെടുക്കാൻ എന്നൊക്കെ മേൽത്തട്ടിൽ നിന്ന് താഴെ തട്ടിലേക്ക് ഇവർ സർക്കുലർ അടക്കം അയച്ചുകൊണ്ട്, എന്നിട്ട് പൊതു സോഷ്യൽ മീഡിയയിൽ ഇവർ വന്നിട്ട് നടത്തുന്ന ടി കെ ഷറഫിന്റെ ഒരു പ്രസ്താവന ഞാൻ കണ്ടു. എന്താണ് അദ്ദേഹം പറയുന്നറിയോ? നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ മോശമായി പെരുമാറരുത്, അതുപോലെ തന്നെ അങ്ങനെ ആകരുത്, ഇങ്ങനെ ആകരുത്. എന്നിട്ട് ഇവർ തന്നെ കൊടുത്ത സർക്കുലർ ഉണ്ട്, ഇവരുടെ കൈമാറിയ രഹസ്യ സർക്കുലർ പറയാണ്, ഇതിൽ നമ്മുടെ നേതാക്കളൊന്നും രംഗത്ത് വരാതെ മറ്റുള്ള സാധാരണക്കാരെ ഇറക്കി വിടുക എന്ന്. ഇതിങ്ങനെ ഈ പാവങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഓരോന്നെടുത്ത് ഇവർ കൊടുക്കുന്നത് മുഴുവനും എടുത്തിട്ടിട്ട് അവർ കൂടി ഈ പറയുന്ന ലലാലത്തിന്റെ ഭാഗം പറ്റുകയാണ്. ഇതാണ് സഹോദരങ്ങളെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.
അതുകൊണ്ട് നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. അത് നിഷ്പക്ഷമതികളായ ആളുകൾ വിലയിരുത്താൻ ഉപകരിക്കുമെന്ന പൂർണ്ണ സന്തോഷമാണ് ഞങ്ങൾക്കുള്ളത്. മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞ ഒരു കളവും പൊട്ടത്തരവും കേൾപ്പിച്ചുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് വരാം. കാന്തപുരപ്പം മരിച്ചു നേരിക്കാൻ 7 ദീനാർ ഇല്ലാത്ത ഒന്നുമില്ലാത്ത ആളായിട്ടാ മരിക്കുന്നത്. യൂറോപ്പിലെ ബാങ്കിൽ വരെ കോടിക്കണക്കിന് പണം ഡിപ്പോസിറ്റ് ചെയ്തൊരു മോനാണ് ആര്? അബ്ദുൽ ഹക്കീം. അബ്ദുൽ ഹക്കീം എന്ന് പറഞ്ഞാൽ ആരാ? കാന്തപുരത്തിന്റെ മോൻ. എത്ര ഏക്കർ സ്ഥലം, എത്ര കോടി രൂപ ഇവരുടെ കയ്യിലുണ്ട് എന്നുള്ളത് പോലും ഇവർക്കറിയില്ല. MA യൂസുഫ് അലി, അംബാനി പോലും തോറ്റുപോകുന്ന ഒരാളാണ് കാന്തപുരം. നിങ്ങളോട് ഞാൻ പറഞ്ഞാൽ അവരുടെ കയ്യിലുള്ളതിനേക്കാൾ പണമുള്ള ഒരാളാണ് കാന്തപുരം എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കാതിരിക്കണ്ട. അനുയായികളായ ജിന്നൂരികളോട് പറയുകയാണ്, നിങ്ങൾ വിശ്വസിക്കാതിരിക്കേണ്ട ജിന്നൂരികളെ, എനിക്ക് നമ്മുടെ ജിന്ന് ദൈവം പറഞ്ഞു തന്നതാണ്. അംബാനിയേക്കാളും യൂസുഫ് അലിയേക്കാളും സ്വത്ത്, കോടിക്കണക്കിന് രൂപ കാന്തപുരം ഉസ്താദിന്റെ കയ്യിലുണ്ടെന്ന്. പക്ഷേ ജിന്നിൽ വിശ്വാസമില്ലാത്ത KNMകാര് ഇയാള് പറയുന്നത് പൊട്ടത്തരമാണെന്ന് മനസ്സിലാക്കി. ഇരിക്കട്ടെ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഈ കാന്തപുരം 1.5 മാസം മുജാഹിദുകളുടെ ഹോസ്പിറ്റലിൽ കിടന്നു. അതിൽ സുന്നികൾക്കും ഹൈന്ദവർക്കും ക്രിസ്ത്യാനികൾക്കും മതമുള്ളവനും മതമില്ലാത്തവനും പ്രവേശനമില്ല എങ്കിൽ അതവിടെ എഴുതി വെക്കേണ്ടിയിരുന്നു, ഇത് മുജാഹിദിന്റെ ഹോസ്പിറ്റലാണ്, ആ മുജാഹിദുകൾക്ക് ഇതിൽ പ്രവേശനമില്ല എന്ന് എഴുതി വെക്കേണ്ടിയിരുന്നു. മുജാഹിദ് ബാലുശ്ശേരി ഇപ്പോൾ പോകുന്നത് എവിടേക്കാണ്? കോയമ്പത്തൂർ ഹോസ്പിറ്റലിലാണ്. അത് മുജാഹിദിന്റെ ഹോസ്പിറ്റലല്ല, അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നവരുടെ ഹോസ്പിറ്റലാണ്. അവിടേക്കാണ് മുജാഹിദ് ബാലുശ്ശേരിയെ അള്ളാഹു കൊണ്ടെത്തിച്ചത്. ജിന്ന് ചികിത്സാ കേന്ദ്രം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് ജിന്ന് ചികിത്സ കൊണ്ടുവന്ന മുജാഹിദ് ബാലുശ്ശേരിയാണ് ഹൈന്ദവരുടെ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുള്ളത്. അവരുടെ ദൈവങ്ങളെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ചികിത്സ തുടങ്ങുന്നത്. ഞങ്ങൾ ചെയ്യുന്ന ചികിത്സ വിജയിപ്പിച്ചു തരണേ എന്ന് അവരുടെ ദൈവങ്ങളോടാണ് പ്രാർത്ഥിക്കുന്നത്. ആ ചികിത്സ മുജാഹിദ് ബാലുശ്ശേരിക്ക് പറ്റുമോ എന്ന് പറയേണ്ടത് മുജാഹിദ് ബാലുശ്ശേരി തന്നെയാണ്. എന്നിട്ട് അള്ളാഹു എന്ത് ചെയ്തു അറിയോ? ജീവൻ തിരിച്ചു കൊടുത്ത് എന്തിന്? പശ്ചാത്തപിച്ച് മടങ്ങുന്നതല്ല, അല്ലഹും യർജൂൻ. ഇസ്ലാമായി മുസ്ലിമായി നല്ലൊരു മനുഷ്യനായി ജീവിക്കാനുള്ള ഒരു ചാൻസ് അള്ളാഹു ഈ മനുഷ്യനെ കൊടുത്തു നോക്കി. പക്ഷെ പറ്റക്കിടും. കേട്ടോ സഹോദരങ്ങളെ, അള്ളാഹു തആലക്ക് തെറ്റുപറ്റി എന്നാണ് ഈ ചങ്ങാതി പറയുന്നത്. മരിച്ചുപോയ കാന്തപുരം ഉസ്താദിന് അള്ളാഹു തആല ജീവൻ തിരിച്ചു കൊടുത്തു. അള്ളാഹു അപ്പൊ എന്താ വിചാരിച്ചത്? പാശ്ചാത്തപിച്ച് മടങ്ങും എന്ന് അള്ളാഹു തആല അപ്പൊ വിചാരിച്ചു. ജിന്നു പൂജകനായ മുജാഹിദ് ബാലുശ്ശേരിയുടെ അഭിപ്രായം അള്ളാഹു തആല സ്വീകരിച്ചു. മുജാഹിദ് ബാലുശ്ശേരിയുടെ അഭിപ്രായം എന്താണ്? കാന്തപുരം ഉസ്താദ് മുശ്രിക്കാണ്. ആ അഭിപ്രായം അള്ളാഹു അംഗീകരിച്ചു. ആ അഭിപ്രായം അള്ളാഹു അംഗീകരിച്ചിട്ട് അള്ളാഹു തആല ജീവൻ തിരിച്ചു കൊടുത്തു കാന്തപുരം ഉസ്താദിന്. എന്തിനാ? അപ്പൊ അതിൽ നിന്ന് പാശ്ചാത്തപിച്ച് മടങ്ങൂന്ന് അള്ളാഹു വിചാരിച്ചു. അതിനുവേണ്ടി കാന്തപുരം ഉസ്താദിന് അതിന് ജീവൻ തിരിച്ചു കൊടുത്തു. പക്ഷേ അള്ളാഹിന്റെ പ്രതീക്ഷ തെറ്റി. മുജാഹിദ് ബാലുശ്ശേരിയുടെ വാക്ക് കേട്ട് മുജാഹിദ് ബാലുശ്ശേരി മുശ്രിക്കാക്കിയവരൊക്കെ മുശ്രിക്കാണെന്ന് അള്ളയും വിശ്വസിച്ചു. അതിൽ നിന്ന് പാശ്ചാത്തപിച്ചു മടങ്ങൂന്ന് അള്ള വിചാരിച്ചു. ജീവൻ തിരിച്ചു കൊടുത്തു നോക്കി. പക്ഷെ അള്ളാഹ്ക്ക് തെറ്റുപറ്റി എന്നാണ് ഈ മുജാഹിദ് ബാലുശ്ശേരി പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വാക്കുകൾ അല്ലെങ്കിൽ പിന്നെ ഏതാണ് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വാക്കുകൾ എന്ന് നിങ്ങൾ ചിന്തിക്കുക. തെറി പറയലല്ല പരിഹാരം. നിങ്ങൾ തെറി പറഞ്ഞാലും ഭീഷണിപ്പെടുത്തിയാലും വിഷ്ടഞ്ചിന്നൂരുകളെ എനിക്കൊരു ചുക്കും വരാനില്ല. ആ വെല്ലുവിളിയെയും ഭീഷണിയെയും നേരിടാൻ തന്നെയാണ് എന്റെ തീരുമാനം എന്ന് നിങ്ങൾ ഉണർത്തിക്കൊണ്ട് നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ഈ മനുഷ്യനോട് തൗബ ചെയ്യാൻ വേണ്ടി പറ, ഷഹാദത്ത് കലിമ പുതുക്കാൻ വേണ്ടി പറ. അവസാന സമയത്ത് പോലും ഇതുവരെ മാറ്റം വന്നിട്ടില്ല. രോഗാവസ്ഥയിൽ കിടക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിനൊരു മാറ്റം വരും. എന്നാൽ ഈ മനുഷ്യന് ഇതുവരെ മാറ്റം വന്നിട്ടില്ല. ഞങ്ങളെ തെറി വിളിക്കുന്ന നേരം കൊണ്ട്, ഞങ്ങളെ ഭീഷണിപ്പെടുത്താൻ വരുന്ന നേരം കൊണ്ട് അയാൾക്കൊരു ഉപദേശം കൊടുക്കൂ. തീവ്രവാദികളായ ഭീകരവാദികളായ വിഷ്ടഞ്ചിന്നൂരികളെ നിങ്ങൾ ഭീഷണിപ്പെടുത്തിയാൽ പേടിക്കുന്നവരല്ല ഞങ്ങൾ. നിങ്ങളുടെ തീവ്രവാദവും ഭീകരവാദവും ശിർക്കൻ വിശ്വാസങ്ങളും ശിർക്കൻ ആരോപണങ്ങളും പിടിച്ചു കെട്ടാനും പ്രതിരോധിക്കാനും ഇറങ്ങിത്തിരിച്ചവരാണ് ഞങ്ങൾ. വിഷ്ടഞ്ചിന്നൂരികളെ പോലെ ശവത്തിനോടും പിശാചിനോടും ജിന്നിനോടും ചോദിക്കലാണ്
ആരാധന എന്ന് വിശ്വസിക്കുന്നവരല്ല ഞങ്ങൾ. അള്ളാഹുവിനോട് ചോദിക്കലാണ് ആരാധന എന്ന വിശ്വാസമുള്ള ഈമാനിന്റെ കരുത്തുള്ള ഞങ്ങളെ ഉമ്മാക്കി കാണിച്ച് പേടിപ്പിച്ചാൽ പേടിക്കുന്നവരല്ല. സത്യത്തിലേക്ക് നിങ്ങളും മുജാഹിദ് ബാലുശ്ശേരിയും കടന്നു വരിക, തൗഹീദിലേക്ക് ക്ഷണിക്കുകയാണ് ഞങ്ങൾ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.